ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു കപ്പ് കേക്ക് തയ്യാറാക്കാം. ഞാൻ ഒരു അരക്കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിനേഗറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ വിനേഗർ ഇതിൽ ചേർത്തിട്ട് 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇതൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് മൈദപ്പൊടി 1 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ആ 1 കപ്പ് മൈദപ്പൊടി നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. കട്ടകളില്ലാതെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അതുപോലെ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഈ അരിപ്പയിലേക്കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു വിസ്ക് കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്. അത് 1/2 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ട് വീണ്ടും ഇതും അരിപ്പയിലേക്കൂടി തന്നെ ഇട്ട് കൊടുക്കണം. കട്ടകളില്ലാതെ കിട്ടാൻ വേണ്ടിയാണ്. അത് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി നന്നായി ഒന്ന് കട്ടകളില്ലാതെ അരിച്ച് എടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഇതിൻ്റെ ഈ കേക്ക് ആക്കുന്നതിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇപ്പോൾ ഇതൊക്കെ ഓൺലൈനിലും അതുപോലെ കടകളിലും ഒക്കെ വാങ്ങാൻ കിട്ടും, ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മോൾഡ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ കൊക്കോ പൗഡർ ഏകദേശം നന്നായി അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂട് വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വേണം നന്നായി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ മാറ്റി വെച്ച പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും അത് വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തത്. അതേ കപ്പിന് തന്നെ 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വിസ്ക് വെച്ച് അലിയിച്ചെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അത് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായി യോജിപ്പിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദപ്പൊടിയും കൊക്കോ പൗഡറും ഒക്കെ, മൈദപ്പൊടി അരിച്ചു വെച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ തയ്യാറാക്കിയ ഈ കൊക്കോ പൗഡറും പാലും ഒക്കെ ചേർന്നത് ഈ മൈദപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ വിസ്ക് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്.
ഇതുപോലെ നന്നായി ഇളക്കി തയ്യാറാക്കി എടുക്കണം. നന്നായി തയ്യാറാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചു. പിന്നീട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി യോജിച്ച് വരണം. ഇനി നമുക്കിതാ ഈ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒരു പകുതി വരെ മാത്രം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയും കുറച്ച് ടേസ്റ്റിന് വേണ്ടിയും നല്ല കളർഫുള്ളായ വെർമിസില്ലി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 18 മുതൽ 22 മിനിറ്റ് വരെ ആണ് ഇതിൽ റെഡിയാക്കാൻ വേണ്ടുന്ന സമയം. അപ്പോൾ നമുക്കിത് ഓണാക്കിയിട്ട് ഒരു 22 മിനിറ്റിൻ്റെ ഇത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയായി വരും. ഇതിപ്പോൾ ആ സമയം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കാണുന്നില്ലേ? എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.